അടിച്ച് അപ്പൊ തുള്ളിയാ മതിയല്ല പോലെ. എന്തായാലും നിങ്ങളുടെ സച്ചിനെ സമ്മതിക്കണം. എന്താ കാര്യം? കഴിഞ്ഞ കളിയിൽ സച്ചിൻ 200 അടിച്ചു. അതാണ് ഇപ്പൊ വലിയ കാര്യം. ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ സുധാകരത്തെ ഇന്നലെ 5000 അടിച്ചു. നല്ല ലോട്ടറി. എന്ത് തന്നെയായാലും ക്രിക്കറ്റ് ഒരു മാറ്റമായാൽ അതിന്റെ ദൈവം സച്ചിനായിരിക്കുമെന്ന് എനിക്ക് ഓർക്കുണ്ട്. എനിക്ക് അതിനൊന്നും വിശ്വാസമില്ല. എന്താ കാരണം? ഈ ക്രിക്കറ്റ് കണ്ടുപിടിച്ച എന്നെ ദൈവങ്ങളാണോ? നിങ്ങളുടെ നോക്ക് ഈ ജീസസ് എങ്ങനെ കൈപിടിക്കണേ? ജീസസ് എങ്ങനെ കൈപിടിക്കണത്? എങ്ങനെ കറക്റ്റല്ലേ? ഈ സ്പിൻ ബോൾ എങ്ങനെ കൈപിടിക്കണേ? ഇങ്ങനെ തന്നെ. ഇങ്ങനെ കറക്റ്റങ്ങനെ വിട്ടിട്ടുണ്ടല്ല കുട്ടി പറക്കും മോളെ. അപ്പൊ ക്രിക്കറ്റ് ബോൾ കണ്ടുപിടിച്ചത് ആരാ? ക്രിസ്ത്യാനികൾ. പിന്നെ ബാറ്റിംഗ് കുറിച്ചാരാ? ഈ നമ്മുടെ സച്ചിൻ സിക്സ് അടിച്ചിട്ട് എങ്ങനെ നിൽക്കണേ? ഇങ്ങനെ കറക്റ്റല്ലേ? പിന്നെ ഈ പരമശിവൻ താണ്ഡവമാണെന്ന് എങ്ങനെ നിൽക്കണേ? ഇങ്ങനെ രണ്ട് സെയിം അല്ലേ? അപ്പൊ ക്രിക്കറ്റ് ബാറ്റിംഗ് കുറിച്ചാരാ? സംശയമുണ്ടോ മുസ്ലിങ്ങളെ? അവര് പ്രാർത്ഥന കണ്ടിട്ടില്ലടോ. ഇതെങ്ങനെ ചാറ്റെടുക്കാൻ നിൽക്കണ അങ്ങനെയല്ല. സമ്മതിച്ചില്ല, ഞാൻ സമ്മതിക്കൂല. പക്ഷെ കഴിഞ്ഞ കളിയിൽ ഇന്ത്യ പൊട്ടാൻ കാരണം എന്താണ് അറിയാമോ? എന്താ? സച്ചിൻ 1-ന് പോയി, ദ്രാവിഡ് 2-നും പോയി. വെറുതെ അല്ല. ഇതൊക്കെ കളിക്ക് മുമ്പ് അങ്ങോട്ട് പോയിക്കൂടെ? ഈ ഒന്നും കണ്ടില്ലോ കളി തുടങ്ങുമ്പോ മുട്ടിയാലേ എപ്പ പൊട്ടീന്ന് ചോദിച്ചാ മതി. കേരളത്തിലെ രാഷ്ട്രീയക്കാരും സിനിമാക്കാരും തമ്മിൽ ക്രിക്കറ്റ് കളിച്ചപ്പോൾ മോഹൻലാലും മമ്മൂട്ടിയും ഇന്നസെന്റും ഒക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് കളി തോറ്റത്? അതിന്റെ പേരെ തിലകനായിരുന്നു. ഉണ്ടായിരുന്നു. എപ്പോഴും ഔട്ട് പിടിക്കുന്ന ആളെ. എങ്ങനെ ഔട്ട് പിടിക്കുന്ന ആള്? സുകുമാർ അഴീക്കോട്. പിന്നെ പാവാടക്ക് കൊണ്ടല്ലേ ഇങ്ങനെ നിൽക്കണ? ഒന്ന് പോയ എന്റെ ഭാര്യക്കേട്ടാ. ഞങ്ങള് ഫാമിലി ക്രിക്കറ്റ് കളിക്കാനാണ്. ക്രിക്കറ്റാണ് അല്ല ഒന്നാന്തര ബോളറാ. അങ്ങനെയൊന്നുമില്ല. നല്ല അച്ഛനെ കൈ കിട്ടുന്ന ഒക്കെ എടുത്ത് വലിച്ചെറിയും. പോണ പോക്കല്ലേ കാണുന്നത്. എന്റെ മകനാ അല്ല ഒന്നാന്തര റണ്ണറാ. അടുത്ത വീട്ടിൽ സുധാറിന്റെ ഭാര്യയായിട്ട് വിളിച്ചോടി. മകളോ? അവള് കീപ്പറല്ലേ? സുധാറിന്റെ കീപ്പായിട്ട് നിൽക്കല്ലേ? ഞാൻ ഓൾറൗണ്ടറാ. നാട്ടിൽ വന്നിട്ട് കടമക്കുടി ശാന്തി എന്ന് പറയാൻ എല്ലാവർക്കും അറിയാം. അതാണ് ധോണി. ഇവിടെ ഹെൽമെറ്റ് വെക്കാണ്ടൊക്കെ കളിക്കാം. ഈ കളി തന്നെ കേരളത്തിൽ വന്ന് കളിച്ചിട്ടുണ്ടെങ്കിൽ പോലീസേ ഗ്രൗണ്ടിൽ വന്ന് പൊക്കും. അവിടെ ഹെൽമെറ്റ് നിർബന്ധമാണ്. തുള്ളാൻ വരട്ടെ. അവിടെ സിക്സ് അടിച്ചതൊന്നുമല്ല. അതെ, ഹർഭജൻ സിംഗ് ശ്രീശാന്തിന്റെ കാറിന്റെ കുട്ടിക്ക് അടിച്ചതാ. ഇങ്ങനെ പോയാൽ ശ്രീശാന്തിന്റെ പേര് മാറ്റി ശ്രീ പ്രാന്ത് എന്നാക്കേണ്ടി വരും. ബാറ്റ്സ്മാൻമാരൊക്കെ എത്ര ഡീസന്റാ. എന്റെ ചേട്ടനോട് 50 അടിച്ച് അപ്പം പൊക്കി കാണിക്കും. എന്തേ സത്യത്തിൽ ഞാൻ ചീർക്കേടല്ല. നാട്ടിൽ കയറി പിടിക്കലായിരുന്നു. കയറുകേടായിരുന്നു. നിങ്ങൾ തുള്ളി കഴിയുമ്പോ നിങ്ങൾ കിട്ടോളാൻ വെച്ച് വന്നതാ. പിന്നെ അപ്പോ
50 ലക്ഷം രൂപ കൊടുക്കും. ഒന്ന് പറയാൻ പറയട്ടെ, ഞങ്ങളുടെ നാട്ടിൽ പട്ടാളക്കാരൻ രാജ്യത്തിന് വേണ്ടി പോരാടി വെടികൊണ്ട് മരിച്ച എത്ര കൊടുക്കുമെന്ന് അറിയാവോ? ഇല്ല. വെറും 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപ കൊടുക്കുമെന്ന് പറയും, കിട്ടിയാ കിട്ടേ. ഇന്നത്തെ ക്രിക്കറ്റ് കളിക്കിടയിൽ അതിമനോഹരമായിട്ടുള്ള നിങ്ങളെ സൂചിപ്പിച്ച ചിയർ ഗെയിംസിൽ ഒരാൾക്ക് അതിമനോഹരമായിട്ടുള്ള ഒരു സമ്മാനം ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ ചാനൽ തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ നിർത്താതെ തുള്ളുന്ന ഒരാളാണ്. ആ എന്നോടാണ് ഈ കുട്ടി തുള്ളലിന്റെ കാര്യം പറയുന്നത്. ചെന്നിച്ചാടിയ ചട്ടിയോട് പിന്നെ ചാടിയ ചാനലോട്. കണ്ടില്ലേ, എന്നെ നന്നായിട്ട് ആരാണ് തുള്ളാൻ പോകുന്നത്? വാ, മത്സരിക്കാണ്ടെങ്കിൽ വാ. അടുത്തതായി ഈ രീതിയിലേക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന 2 കലാകാരന്മാർ. ഋതു എന്ന ശ്യാം പ്രസാദ് സാറിന്റെ മൂവിയിലൂടെ മലയാള സിനിമയുടെ കരിയറിൽ തുടക്കം. മലയാളത്തിന്റെ പ്രിയപ്പെട്ട സംവിധായകൻ ലാൽ ജോസിന്റെ നീലത്താമര 2ാമത്തെ സിനിമ. പ്രിയപ്പെട്ട സംവിധായകൻ രഞ്ജിത്ത് സംവിധാനം ചെയ്ത കേരള കഫേ 3ാമത്തെ സിനിമ. 2010 ഏറ്റവും മികച്ച ഹിറ്റായ ഹാപ്പി ഹസ്ബൻഡ്സിലൂടെ വളരെ ഹാപ്പി ആയിട്ട് നടക്കുന്ന ഹസ്ബൻഡ്സിന് പണി കൊടുത്തുകൊണ്ടുള്ള ക്യാരക്ടർ ചെയ്തു ഈ നടി. ഇപ്പോൾ തമിഴിൽ ഭരത്തിന്റെ നായികയായിട്ട് പെർഫോം ചെയ്യാൻ പോകുന്നു. Ladies and gentlemen, she is gorgeous. She is sizzling and a warm. She will be a heartthrob in no time. Her name is Kalingal, Reema Kalingal. Presenting before you, Reema Kalingal, along with Pradeep. Pradeepine പറ്റി പറയുകയാണെങ്കിൽ he's an international dancer. He's a contemporary performer. ശരിക്കും ഷോസിൽ across the globe പെർഫോം ചെയ്തിട്ടുണ്ട് പ്രദീപ്. പ്രത്യേകിച്ച് സുഭാഷ് ഗഡ് കിസ്ര എന്ന മൂവിയുടെ കൊറിയോഗ്രാഫിയിലും പ്രദീപിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. So let's hit all the way for Reema Kalingal and Pradeep on this wonderful floor. Love you all.